പുതിയത്, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് പുതിയത് എന്നത്. പുതിയ ഡ്രസ്സ്, പുതിയ ബാഗ്, പുതിയ കാറ്, പുതിയ വീട്, പുതിയ ജോലി, പുതിയ നാട്, അങ്ങനെ പുതിയതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ പുതുഞായറാഴ്ച എന്ന് പറയുന്ന ഈ പുതിയ ഞായറാഴ്ച നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ രീതിയിൽ കണ്ടാലോ? ഒരു വ്യക്തിയുടെ ആയുസ് 80 വയസ്സാണെങ്കിൽ ഏകദേശം 30,000-ഓളം ദിവസം അയാൾക്കുണ്ടായിരിക്കും. ഈ 30,000 ദിവസത്തിൽ ഓരോ ദിവസത്തെയും പുതിയതായി കാണുക. അതായത് വചനം പറയുകയാണ്, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നാളെക്കുറിച്ച് ആകലപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? വചനം പറയാണ്, നാളത്തെ ദിനം അതിനെക്കുറിച്ച് ആകലപ്പെട്ടുകൊള്ളും. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇന്നത്തെ ദിവസം മാത്രം ക്രമീകരിച്ചാൽ എനിക്ക് നാളെക്കുറിച്ച് ആകുലത ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, എന്റെ ജീവിതം മുഴുവൻ പുതിയതായിരിക്കും. എന്ന് കരുതി നാളെയെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്നല്ല, നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്. നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയ്ക്കും പറയില്ലേ, ഇനിയൊരു ബലിയർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അതായത് നാളെ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ഇന്ന് എന്ന് പറയുന്ന ദിവസത്തെ എന്റെ ആയുസ്സായി കണക്കാക്കിയാൽ, ഞാൻ ഇന്ന് എന്റെ എല്ലാ ജോലിയും ക്രമീകരിക്കുകയും എന്റെ ജീവിതത്തിലെ അവസാന ദിവസമായി കണ്ട് ഞാൻ അതിനെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും സന്തോഷത്തോടെ ഇരിക്കട്ടെ. പുതു ഞായറാഴ്ചയുടെ എല്ലാ ആശംസകളും.